ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു മാർക്കറ്റ് നമ്മൾ ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് മാർക്കറ്റ് ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഏതായാലും ആ ഒരു എക്സ്പയറി ഡേയിൽ ഇന്നലെ മാർക്കറ്റ് കൃത്യമായ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ 25,062 എന്നൊരു നിലയിൽ 157 പോയിൻറ്റിൻ്റെ ഇടിവ്, അതായത് 0.63% ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 57,066, അതായത് 144 പോയിൻറ്റിൻ്റെ ഒരു ഇടിവുമായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ഇന്നലെ NSEയിലെ ഒരു മാർക്കറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 3058 ഓഹരികളിലാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. അതിൽ 1109 ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ 1860 ഓഹരികളിലാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. 89 ഓഹരികൾ അൺചേഞ്ച്ഡ് എന്നൊരു നിലയിലുമാണ് ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 72 ഓഹരികളാണ് 52 വീക്ക് ഹൈ ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തത്. 52 വീക്ക് ലോയിൽ വരുമ്പോൾ 29 ഓഹരികൾ എന്നൊരു രീതിയിലായിരുന്നു ട്രേഡിംഗ് നടന്നത്. അപ്പർ സർക്യൂട്ടിൽ 68 ഓഹരികൾ ട്രേഡ് ചെയ്തപ്പോൾ ലോവർ സർക്യൂട്ടിൽ 54 ഓഹരികൾ എന്നൊരു രീതിയിലായിരുന്നു ഇന്നലത്തെ ഒരു ലോവർ സർക്യൂട്ടിൽ നമ്മൾ ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് ഇന്നലത്തെ ഒരു മാർക്കറ്റിൻ്റെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡൈസസുകൾ പെർഫോമൻസുകൾ അല്ലെങ്കിൽ സെക്ടർ വൈസ് പെർഫോമൻസുകളിലോട്ട് പോകുമ്പോൾ ബ്രോഡർ മാർക്കറ്റിൽ ഇന്നലെ എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് നിഫ്റ്റി സ്മോൾ ക്യാപ് 50 കൂടാതെ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇത്തരം സൂചികയിലൊക്കെ 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നടന്നത്. സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്നലെ പല സെക്ടറിലും വലിയ രീതിയിലൊക്കെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ടത് FMCG, റിയൽറ്റി കൂടാതെ IT സൂചികയിലൊക്കെ ഇന്നലെ വലിയ രീതിയിൽ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. IT സൂചികയിലോട്ട് വരുമ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട പല IT ഓഹരികളിലും ഇടിവാണ് രേഖപ്പെടുത്തി. മാത്രമല്ല IT സൂചിക 2% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പല കമൻറ്റുകളും IT സെക്ടറിനെതിരെയായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ IT കമ്പനികളോടുള്ള ഒരു അതൃപ്തി ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് വാർത്തകളിലോട്ട് വരുമ്പോൾ ആഗോള മാർക്കറ്റിൽ ഈ ഒരു തീരുവയിൽ ഒരു തീരുമാനം എത്താത്ത രാജ്യങ്ങളുമായി 50%ൻ്റെയൊക്കെ ഒരു താരിഫ് ചുമത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു വിപണിയിൽ അത്തരത്തിലുള്ളൊരു ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലത്തെ ഒരു US മാർക്കറ്റ് അവറിന് ശേഷം ട്രംപ് ഫെഡറൽ റിസർവിൻ്റെ ആസ്ഥാനം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കമൻ്റ് എന്ന് പറയുന്നത് പവല് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. അതായത് ഈ ഒരു റേറ്റ് കട്ടിൻ്റെ കാര്യത്തിലുള്ള ട്രംപിൻ്റെ ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നാൽ അടുത്ത ആഴ്ച കൂടാനിരിക്കുന്ന ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നും സെപ്റ്റംബറിലായിരിക്കും അത്തരത്തിലുള്ള ഒരു റേറ്റ് കട്ടിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിപണിക്കുള്ളത്. അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നലെ ഒരു സമ്മിശ്രമായ രീതിയിലുള്ളൊരു പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ ഇന്നലെ ഡൗ ജോൺസ് നോക്കുമ്പോൾ 0.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗാണ് എടുത്തത്. S&P 500 ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ 0.18% ഒരു നേട്ടം എന്നൊരു രീതിയിലാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് US മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. മറ്റ് മാർക്കറ്റ് അതായത് യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഫുഡ്സെ 0.84% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഡാക്സിൽ 0.23% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ കാക് 0.41% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതാലും യൂറോപ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന മാർക്കറ്റിൽ നിക്കി 225 0.58% ഒരു ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹാങ്സെങ്ങിൽ 1% മുകളിലേക്കൊക്കെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇപ്പോൾ ഇടിവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഏഷ്യൻ മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് പോകാം. US മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ ഉണ്ടായത്. ഡൗ ജോൺസ് നോക്കുമ്പോൾ 0.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500 ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്തു. നാസ്ഡാക്കിൽ 0.18% ഒരു നേട്ടത്തിലുമായിരുന്നു ട്രേഡിംഗ് നടന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 4770 പോയിന്റിൽ നമുക്ക് വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് 3-ാം തവണയാണ് ഡൗ ജോൺസ് ഇൻഡെക്സ് അതേ ലെവലിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരു ഹൈ ലെവലിൽ നമുക്ക് ഇന്നലെ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി.
നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 44,400 പോയിന്റ്. ഇതിൽ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ച JP Morgan, സിറ്റി ബാങ്ക്, ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക് മുതല എല്ലാ വലിയ സ്റ്റോക്സിലും നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സൈഡ് വേസ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് അവസാനിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ വീക്കായിട്ട് ക്ലോസ് ചെയ്ത ഒരേ ഒരു സ്റ്റോക്ക് ഇന്നലെ ടെസ്ല ആയിരുന്നു. ടെസ്ലയിൽ വളരെ നല്ലൊരു ക്വാർട്ടർലി റിസൾട്ട് അല്ലായിരുന്നു അവർ നൽകിയത്. അതിനെ തുടർന്ന് നമുക്കൊരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ ടെസ്ലയുടെ കേസിൽ കാണാൻ സാധിച്ചു. ടെസ്ലയുടെ കേസിൽ ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരികയായിരുന്നു. ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇന്നലത്തെ ആ വീഴ്ചയോടെ നെഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സാറിന് ഈ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ബ്രെൻഡ് ക്രൂഡ് അല്ലെങ്കിൽ WT ക്രൂഡൊക്കെ നോക്കുമ്പോൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മാസത്തിലൊരു ട്രേഡിംഗ് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ബ്രെൻഡിൽ കാണാൻ സാധിക്കുന്ന ഒരു 3% ഒരു നേട്ടം ഓൾറെഡി രേഖപ്പെടുത്തി ഈ മാസം. WT ക്രൂഡിലും 2% മുകളിലേക്കൊക്കെ ഒരു നേട്ടമാണ് നമുക്കൊരു മന്ത്ലി ട്രേഡിങ്ങിലും ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ ഒരു മാറ്റമില്ല ഔട്ട്ലുക്കില്. ക്രൂഡ് is continuing to trade sideways. $65-66 ആയിരിക്കും മേജർ സപ്പോർട്ട്. 68 മുതൽ $69.50 വരെ വളരെ മേജർ റെസിസ്റ്റൻസും ഉണ്ട്. സോ ക്രൂഡിന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ട്രേഡിംഗ് അവസരവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ 0.17% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്. 3362 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഗോൾഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു 3380. കഴിഞ്ഞ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നേരിയ ഒരു നേട്ടമൊക്കെ നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് വീണ്ടും ആ $3380 സപ്പോർട്ടായി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറ്റ് ദ മൊമെന്റ് നമ്മൾ ലെറ്റസ് അഡോപ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ആറ്റിറ്റ്യൂഡ്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് വീണ്ടും ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. സാറിന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോകാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നിഫ്റ്റി 50 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 0.63% ഒരു ഇടിവ്, അതായത് 157 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,062 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. 25,018 എന്നൊരു നിലയായിരുന്നു ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ലോ ആയിട്ട് രേഖപ്പെടുത്തിയത്. എന്നാലും നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അത് വളരെ പ്രോബ്ലം ഇല്ലാതെ നിഫ്റ്റി 50 അതിന്റെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് എല്ലാം നിലനിർത്തിക്കൊണ്ടായിരുന്നു ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വന്നത്. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം പുതിയ സെല്ലിംഗ് പ്രഷർ നിഫ്റ്റി 50യിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. 25,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് 57,066 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 144 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒരു സമയം ഇന്നലെ ഒരു 300 പോയിന്റിൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്തിയിരുന്നെങ്കിൽ കൂടി ആ ഒരു അവസാന ഒരു സെഷനിലൊക്കെ നോക്കുമ്പോൾ ചെറിയ രീതിയിലൊരു റിക്കവറി എടുത്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 57,400 പോയിന്റ്. അത് എളുപ്പമായിരിക്കത്തില്ല ഇന്നത്തെ ട്രേഡിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 56,800 പോയിന്റ് സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്.
സാറിന് ഈ ഒരു സെക്ടറിൻ്റെ ഒരു ചോദ്യമാണ് ചോദിക്കാറുള്ളത്. ഇന്നലെ പല സെക്ടറിൽ, അല്ല IT ഉൾപ്പെടെയുള്ള സെക്ടറിലൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്നലെ ഒരു മികച്ച രീതിയിലൊരു നേട്ടം രേഖപ്പെടുത്തി ട്രേഡ് ചെയ്തൊരു സെക്ടറായിരുന്നു PSU ബാങ്കിങ് സൂചിക. ഇന്നലെ സൂചിക നോക്കുമ്പോൾ 1.24% ഒരു നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു. മാത്രമല്ല ചില ബാങ്കുകളുടെയൊക്കെ ഒരു Q1 റിസൾട്ടും ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാനറ ബാങ്കിലൊക്കെ ഇന്നലെ ഒരു Q1 റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതായാലും കാനറയൊക്കെ നോക്കുമ്പോൾ 5% ഒരു നേട്ടം രേഖപ്പെടുത്തി. ഇന്ത്യൻ ബാങ്കൊക്കെ 5% ഒരു നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. എന്നാൽ ഈ ഒരു PSU ബാങ്കിങ് സൂചികയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന PSU ബാങ്കിങ് ഓഹരികൾ ഏതൊക്കെയാണ്? വിഷ്ണു, PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 6800 പോയിന്റില്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരും. ബട്ട് ഈ ഒരു ഇൻഡെക്സ് 7300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു സേഫ് ആയിട്ട് ഒരു സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നുള്ളൂ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നമുക്ക് കാനറ ബാങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്കിലും ആയിരുന്നു വലിയൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ബട്ട് നമ്മൾ മറ്റ് PSU ബാങ്ക് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അത് വലിയ ബാങ്കുകളായ പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിലൊന്നിലും കാര്യമായിട്ട് ബൈങ് ഇൻട്രസ്റ്റ് കണ്ടില്ല. അതുപോലെ തന്നെ ചെറിയ PSU ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് IOB, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇത്തരം സ്റ്റോക്സിലും ബൈങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുമോ എന്ന് ഇറ്റ് ഈസ് വെരി വെരി അൺക്ലിയർ അറ്റ് ദ മൊമെന്റ്. സാറിന് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഹഡ്കോയെ പറ്റിയാണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഹഡ്ക രേഖപ്പെടുത്തിയത്. 225 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാർച്ച് തുടങ്ങി തുടർച്ചയായ ഒരു 3 മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ മാസം ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഹഡ്കോയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴെന്താണ്? ഹഡ്കോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. 230 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 215 രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിനെ അറിയേണ്ടത് ബിർള സോഫ്റ്റിനെ പറ്റിയാണ്. 1.89% ഒരു ഇടിവാണ് ഇന്നലെ ബിർള സോഫ്റ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 396 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു നേരിയ കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ബിർള സോഫ്റ്റിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ മാർക്കാൻ പാടില്ലാത്തത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങളായിട്ട് ബെയറിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഇതൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരുന്നു. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് JSW എനർജിയാണ്. JSW എനർജിയെ പറ്റി നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് 0.24% ഇടിവിൽ 532 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ നോക്കുമ്പോഴും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. JSW എനർജിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 545 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രിഡൻ്റ് ആണ്. ട്രിഡൻറ്റിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന 1.7% ഒരു നേട്ടമാണ്. 31 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം കാര്യമായൊരു മുന്നേറ്റമൊന്നും സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. ട്രൈഡൻറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ട്രൈഡന്റിന്റെ കേസിൽ വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ 33 അതിനുശേഷം 34 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 29 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഇനി അറിയേണ്ടത് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ നോക്കുമ്പോൾ 1.52% ഒരു നേട്ടം രേഖപ്പെടുത്തി 461 എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പാദഫലത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു വന്നത്. അതേ തുടർന്ന് തന്നെ ആ റിസൾട്ട് വന്ന ദിവസത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഏകദേശം ഒരു 5%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ പൊസിഷൻ ഉള്ളവർ ഇത് ഹോൾഡ് ചെയ്യണോ? താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസ് നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിന് വളരെ മികച്ചൊരു സപ്പോർട്ട് 470-ലും വളരെ മികച്ചൊരു റെസിസ്റ്റൻസ് 540-ലും ആയിരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിനിടെ നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 450 രൂപയുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. ഇനി നമുക്കറിയേണ്ടത് ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ തന്നെ മാർക്കറ്റ് പ്രൈസിലെ പല എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. എന്നാൽ ഇന്നലെ നോക്കുമ്പോഴും 11% വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്തി 19,149 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. പാദഫലം വന്നപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു പാദഫലമാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു 200%-ൻ്റെയൊക്കെ റിട്ടേൺ ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു വർഷം രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഫോഴ്സ് മോട്ടോഴ്സിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയ ഏകദേശം 20,000 രൂപയ്ക്ക് വളരെ അടുത്ത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ ഈ സ്റ്റോക്കിന്റെ വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അല്പം ഓവർ ഹീറ്റിംഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. കൈവശം ലോങ് പൊസിഷൻസ് ഉള്ളവർ 16,900 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കിറ്റക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.32% ഇടിവിൽ 260 എന്നൊരു നിലയിലാണ് കിറ്റക്സിൻ്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണുന്നത്. കിറ്റക്സിനെ സംബന്ധിച്ച് ഈ ഒരു മെയ്യിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള തുടർന്നുള്ള ഈ 2 മാസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 16%-ൻ്റെയൊക്കെ ഇടിവ് ഓൾ ടൈം ഹൈക്ക് ശേഷം സ്റ്റോക്ക് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കിറ്റക്സിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? കിറ്റക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 246 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ലഭിക്കണമെങ്കിൽ 281 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി സ്കൈ ഗോൾഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 5%-ൻ്റെ ഇടിവിൽ 307 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഡിസംബർ 2024 ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ സ്റ്റോക്കിൽ നേരിയ രീതിയിലൊക്കെ ഒരു ഇടിവും ഒരു കൺസോൾട്ടേഷനൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 34%-ൻ്റെ ഇടിവാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തി ട്രേഡ് ചെയ്യുന്നത്. സ്കൈ ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്കൈ ഗോൾഡിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. പല സെഷൻസിലും ഈ സ്റ്റോക്ക് ഒന്നിൽ അപ്പർ സർക്യൂട്ടിൽ പോയി ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ലോവർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഫീല് ഈ സ്റ്റോക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ നമ്മളൊരു ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുക്കാൻ ശ്രമിക്കരുത്. ഇനി നമുക്ക് നവരത്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.5%-ൻ്റെ ഒരു ഇടിവിൽ 398 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാർച്ചിന് ശേഷം സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 60%-ന് മുകളിലേക്ക് ഓൾറെഡി ഒരു റിട്ടേൺ നൽകിയ രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കൂടി ലഭ്യമായിട്ടുണ്ട്. 563 കോടിയുടെ വാല്യൂ വരുന്ന ഒരു പ്രതിരോധ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു വാർത്ത കൂടി ഷെയർ ചെയ്യുകയാണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ഭാരത് ഇലക്ട്രോണിക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു.
സോ നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ പറഞ്ഞത് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിലും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ പുതിയൊരു സെല്ലിംഗ് പ്രഷർ ആരംഭിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 390 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിനി നമുക്ക് അറിയേണ്ടത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ 29% വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 132 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാഭത്തിൽ 25%-ൻ്റെയൊക്കെ ഒരു വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ചാർട്ടിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു വ്യൂ താങ്കൾ പറയാമോ? നമ്മൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഒക്ടോബർ സെപ്റ്റംബർ മാസം മുതൽ തന്നെ ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ ഇത്രയും വലിയൊരു ഗ്യാപ് ഡൗൺ ആൻഡ് നൽകിയതിനു ശേഷം വളരെ വീക്കായിട്ടായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു ഇടിവിനെ തുടർന്ന് ഇന്നല്ലെങ്കിൽ അടുത്ത ട്രേഡിംഗ് സെഷൻസിൽ മിക്കവാറും ഒരു ഷോർട്ട് കവറിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ഈ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് ഇന്നലെ ഹയസ്റ്റ് ലെവലായിട്ടുള്ള 170 ആയിരിക്കും. അതിനുശേഷം 180. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്കിന് എളുപ്പത്തിന് 180ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇനി ചെന്നൈ പെട്രോളിയത്തിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 761 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ചിൽ വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിലൊരു ട്രേഡിംഗ് നടന്നിരുന്നു. അതിനുശേഷം നമ്മൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 70%-ൻ്റെ റിട്ടേൺ ഈ ഒരു മാർച്ചിന് ശേഷം സ്റ്റോക്ക് ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈ പെട്രോളിയത്തിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 737 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. അടുത്തൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് ട്രിവേണി ടർബൈൻ ആണ്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 0.74% ഒരു ഇടിവിൽ 624 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാർച്ചിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 30%-ൻ്റെ റിട്ടേൺ സ്റ്റോക്ക് നൽകി കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ട്രിവേണിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ത്രിവേണിയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് ഇതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 600 മുതൽ 620 ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. സാറിന് നമുക്ക് അറിയേണ്ടത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 1%-ലധികം ഒരു നേട്ടം രേഖപ്പെടുത്തി 2959 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയ്യിലായിരുന്നു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയത്. അതിനുശേഷം നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 20%-ൻ്റെ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസഗോൺ ഡോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മസഗോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 3760 രൂപയിൽ വലിയൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഒന്നും എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കത്തുള്ളൂ. സാറിന് ഈ റിലയൻസ് ഇൻഫ്രയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 5%-അടുത്തൊരു ഇടിവിൽ 359 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൽ ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണുന്നത്. മാർച്ചിന് ശേഷം സ്റ്റോക്ക് നോക്കുമ്പോൾ ഇതുവരെ ഒരു അല്ലെങ്കിൽ ഒരു 100%-ൻ്റെയൊക്കെ ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 12%-ൻ്റെ ഇടിവ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലുള്ളൊരു ട്രേഡിംഗ് നമുക്ക് ഈ ഒരു മാസം കാണാൻ സാധിച്ചത്. റിലയൻസ് ഇൻഫ്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? മുന്നോട്ടൊരു സാധ്യത ഈ ഒരു ഓഹരിക്കുണ്ടോ?
വിഷ്ണു, നമുക്ക് റിലയൻസ് ഇൻഫ്ര ആൻഡ് റിലയൻസ് പവറിന്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസത്തിനിടെ വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ഇതിന്റെ മെയിൻ റീസൺ അനിൽ അംബാനിയുടെ ഈ 2 കമ്പനികളുടെയും മെയിൻ പ്രൊമോട്ടേഴ്സ് അനിൽ അംബാനി. സോ അനിൽ അംബാനി ഈ 2 കമ്പനികളുടെയും കടമൊക്കെ തിരിച്ചടയ്ക്കുന്നു, ഈ കമ്പനി രണ്ടും ടേൺ റൗണ്ട് ആകുന്നു എന്നൊക്കെ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തായിരുന്നു ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് എങ്കിലും നമുക്ക് റിലയൻസ് ഇൻഫ്ര നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് നീങ്ങിയിരുന്നു. ആൻഡ് ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി അനിൽ അംബാനിയുടെ പല ഓഫീസുകളിലും ഒരു EDയുടെ റെയ്ഡൊക്കെ നടന്നു എന്ന വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സ്റ്റോക്കിലൊക്കെ വീണ്ടും ഇന്നലെ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 358 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അവസാനമായ ഒരു സ്റ്റോക്കിന് ചോദിക്കാനുള്ളത് മമത മെഷീനറിയാണ്. നമ്മൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഡിസംബർ 2024 ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഏപ്രിൽ ഒരു ബോട്ടം എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമത മെഷീനറിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മമത മെഷീനറി ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 480 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മൾ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.